സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിബിംബ ചിന്തയിലേക്ക് സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 12:3-8 വരെ. അതുപോലെ പല നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. റോമർ 12:5 വാക്യം. പൗലോസ് യേശുവിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ ശരീരം ആയവരെ ഇതുപോലെ സ്വപ്ന സംഘമെന്ന് വിശേഷിപ്പിക്കുന്നു. തങ്ങളുടെ വ്യക്തിപരമായ കൃപാവരങ്ങൾ എല്ലാവർക്കും പ്രയോജനമാകണമെന്ന് അദ്ദേഹം റോമൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ശരീരം വിവിധ അവയവങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന പോലെ വിവിധ ദൗത്യങ്ങൾക്കുള്ള നാമെല്ലാം ചേർന്നൊരു ആത്മീയ ശരീരം ആയിരിക്കുകയും സഭയുടെ പൊതുപ്രയോജനത്തിനായി ആത്മീയ വരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. റോമർ 12:5. ദാനം ചെയ്യുവാനുള്ള വരം, പ്രോത്സാഹിപ്പിക്കാനുള്ള വരം, പഠിപ്പിക്കാനുള്ള വരം എന്നിങ്ങനെ ഏത് ആത്മീയരായാലും അതൊക്കെയും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ടുള്ളതാണെന്ന് കണക്കാക്കണമെന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നു. നമുക്കും ദൈവം നൽകിയ കൃപാവരങ്ങളെ മറ്റുള്ളവരോടൊപ്പം നിസ്വാർത്ഥമായി ഒരുമിച്ച് ഉപയോഗിക്കാം. ക്രിസ്തുവിനെ പ്രതി. ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങളും കഴിവുകളും എന്തൊക്കെ? ഇപ്പോൾ മറ്റുള്ളവർ പ്രയോജനത്തിനായി എങ്ങനെ ഉപയോഗിക്കാം? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, എനിക്ക് ദാനമായി നൽകിയതിനെല്ലാം നന്ദി. ദൈവമേ, എൻ്റെ സാധ്യതകളും കഴിവുകളും കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് എങ്ങനെ പ്രയോജനകരമാക്കാം എന്ന് എനിക്ക് കാണിച്ചു തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.